അങ്ങനെ ഉണ്ണിയും കുറച്ച് ആൾക്കാരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കുന്നു. ഒരു ദിവസം ഉണ്ണി കൂട്ടുകാരനുമായി കടപ്പുറത്ത് കൂടി നടക്കുമ്പോൾ കുറച്ചാളുകൾ ഉണ്ണിയെ ഉപദ്രവിക്കുന്നു. അവരുടെ കയ്യിൽ നിന്നും അവൻ ഫൈറ്റ് ചെയ്ത് തന്നെ രക്ഷപ്പെടുന്നു. അങ്ങനെ അവന് മനസ്സിലാകുന്നു ഇത് സാധാരണ ഒരു മരണമല്ല, ഇതിൽ വേറെ എന്തോ കളികൾ ഉണ്ട് എന്ന്. അങ്ങനെ അവൻ വീണ്ടും കുമാരേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മകളോട് പറയുന്നു, കുമാരേട്ടന്റെ റൂം ഒന്ന് കാണണം, എനിക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കാനാണ് എന്ന്. മകൾ കുമാരേട്ടന്റെ റൂം കാണിച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് ഉണ്ണി കുമാരേട്ടന്റെ ഒരു ഡയറി കാണുകയും അത് താൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോരുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ആ ഡയറി വായിച്ചു തുടങ്ങുകയാണ്. അതിൽ ആദ്യം തന്നെ കുമാരേട്ടന്റെ ഫോട്ടോയാണ് കാണുന്നത്. പിന്നീട് അവൻ ഡയറി വായിക്കുന്നു. കുമാരേട്ടൻ അതിൽ ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ മകൾക്ക് കുറച്ചു നാളായി ലെറ്റർ എഴുതിയിട്ട് അവൾ എന്തു വിചാരിക്കുമോ ആവോ എന്ന്. അപ്പോൾ ഉണ്ണി ചിന്തിക്കുന്നു, ഈ മകളെ കൂടാതെ കുമാരേട്ടന് വേറെ മകൾ ഉണ്ടോ എന്ന്. ഒരു മകൾ ഉള്ളതായിട്ടാണ് അറിവ് എന്ന് അവൻ ചിന്തിക്കുന്നു. പിന്നീട് എഴുതിയിരിക്കുന്നത് അവൻ വായിച്ചു തുടങ്ങുന്നു. ഞാൻ ഇന്നും പോയ കേസും തോൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എങ്കിലും പോവാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മാത്രമാണ് അതിന് ഒന്നാം സാക്ഷി. ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ജീവനോടെ എന്നെ വെച്ചേക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് കുമാരേട്ടൻ അതിൽ എഴുതിയിരിക്കുന്നത് അവൻ വായിക്കുന്നു. പിന്നീട് നമുക്ക് കാണിക്കുന്നത് കഥ പറയുന്നത് പോലെയാണ്. കുമാരേട്ടൻ ഈ കേസിൽ അകപ്പെട്ട കഥ നമ്മളെ കാണിക്കുന്നു. 18 കൊല്ലം മുമ്പത്തെ കഥയാണ് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. 18 കൊല്ലം മുമ്പ് കുമാരേട്ടൻ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രി ഒരു കാട്ടിലൂടെ നടന്നു പോകും. രണ്ടുപേരെ കാറിൽ കുറച്ച് ആൾക്കാർ ഉപദ്രവിക്കുന്നത് കാണുകയും ആ കാറിൽ നിന്നും ഒരു സ്ത്രീയുടെ രക്ഷിക്കണേ എന്നുള്ള കരച്ചിൽ കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുമാരേട്ടൻ മറിഞ്ഞു നിന്ന് ആ കാറിൽ ശ്രദ്ധിക്കുന്നു. കാറിൽ നിന്നും ഒരു പൂച്ചക്കണ്ണൻ ഒരാളെ വലിച്ചു പുറത്തേക്കിടുന്നു. ആ പൂച്ചക്കണ്ണൻ പുറത്തേക്കിട്ട ആളോട് പറയുന്നു, 1-2 ലക്ഷമില്ല, കോടികളാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നത്, കോടികളുടെ ചന്ദനമുട്ടി കോടികളാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പൂച്ചക്കണ്ണനും കുറച്ച് ആൾക്കാരും കൂടി അയാളെ കണ്ടമാനം ഉപദ്രവിക്കുന്നു. പിന്നീട് വേറൊരു കാറിൽ ജോർജ് എന്ന ഒരാൾ ഇറങ്ങി വരുന്നു. അയാളെ കുമാരേട്ടൻ മനസ്സിലാക്കുന്നു. ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നു ജോർജും പൂച്ചക്കണ്ണനും ആണ് എന്നാണ്. പൂച്ചക്കണ്ണന്റെ പേര് കുമാരേട്ടനെ അറിയില്ലായിരുന്നു. പിന്നീട് ആ കാറിൽ നിന്നും ഒരു സ്ത്രീയെ കൈക്കുഞ്ഞുമായി പുറത്തേക്ക് വലിച്ചിറക്കുന്നു. ആ സ്ത്രീ ഒരു കണക്കിന് അവരുടെ പിടിയിൽ നിന്നും ഓടി കുഞ്ഞിനെ ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് ആ സ്ത്രീയെ 2-3 പേർ വീണ്ടും പിടിച്ച് കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞും ഉണ്ടായിരുന്നില്ല. അവർ കുഞ്ഞെവിടെ എന്ന് അന്വേഷിച്ച് കുറെ നടക്കുന്നു. അപ്പോൾ കുമാരേട്ടൻ ആ കുഞ്ഞിനെ എടുത്ത് തന്റെ തുളത്ത് കിടത്തി ആശ്വസിപ്പിച്ച് കരച്ചിൽ അടക്കിക്കുന്നു. അയാൾ ആ കുഞ്ഞുമായി ഒരു മരത്തിന്റെ മറവിലേക്ക് മാറി നിൽക്കുന്നു. പിന്നീട് ആ കാറിൽ നിന്ന് വലിച്ചിട്ട ആളെ അവിടെ വെച്ച് പെട്രോൾ ഒഴിച്ച് അവർ കത്തിക്കുന്നു.